ഞായറാഴ്ചയാണ് എല്ലാവരും തിരക്കില്ലാത്ത അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ശിവഭഗവാന്റെ ആ ഒരു സാമീപ്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും അതിനോടൊപ്പം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേൾക്കാൻ ഇത്തിരി സമയം നിങ്ങൾ മാറ്റിവെച്ചാൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും തിരക്കൊഴിഞ്ഞ് ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കടന്നു വരുന്നത് അപ്രതീക്ഷിതമാണ്. നമ്മളൊന്നും ആഗ്രഹിക്കരുത്. ആഗ്രഹിക്കാതെ തന്നെ നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഭഗവാൻ. അപ്പോൾ അതേപോലെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന സുഖമായാലും ദുഃഖമായാലും എല്ലാ കാര്യങ്ങളും എനിക്കതുപോലെയാണ് സംഭവിച്ചത്. കാരണം എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മ, ഒരു ചേച്ചി, ഒരു ചേട്ടനാണുള്ളത്. അപ്പോൾ ചേച്ചി മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാണ്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ സഹോദരനൊരു വിവാഹം കഴിച്ചത്. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും അവർക്ക് സംരക്ഷണമായിട്ട് ഞാൻ നിൽക്കണം, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായത്. അപ്പോൾ ആ ഒരു വിഷയത്തിന് ഇപ്പോഴും ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തില്ല. കാരണം എന്തോ കാര്യകാരണവശാൽ അങ്ങനെ ജീവിതം മാറിപ്പോയി ആളിൻ്റെ. പക്ഷേ അല്ലാത്ത സമയത്ത് അത് അതുവരേക്കും ഞങ്ങളെ അത്രയ്ക്ക് പെങ്ങന്മാരെ അല്ലെങ്കിൽ അമ്മ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് എൻ്റെ ചേട്ടൻ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു നന്ദിക്കട ഞാൻ ഒരിക്കലും മറന്ന് ഞാൻ സംസാരിക്കില്ല. അദ്ദേഹത്തിനെ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ ചിന്തിക്കുമ്പം തോന്നുന്നു, എല്ലാം ഒരു കർമ്മഫലങ്ങളായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കർമ്മഫലങ്ങളാണെന്നുള്ള ആ ഒരു സമാധാനത്തിലേക്ക് വന്നു ഞാൻ. അപ്പോൾ അതുവരേക്കും ഞാൻ ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിനെ ആരൊക്കെയോ ചതിച്ച് അദ്ദേഹത്തിനെ ഒരു ജീവിതത്തിലെ പ്രതിസന്ധിയിലാക്കി. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടിയും അങ്ങനെ സംഭവിച്ചെങ്കിൽ കൂടിയും അദ്ദേഹത്തിനെ ആ ട്രാക്കിൽപ്പെടുത്തിയ 4 പേരുടെ ആ ദാരുണാന്ത്യം തന്നെയായിരുന്നു. അത് പ്രപഞ്ചം കൺമുന്നിൽ തന്നെ കാണിച്ച ഒരു സത്യമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിയെ കടത്തിവിട്ട ആ 4 വ്യക്തികൾ നരകിച്ച് തന്നെയാണ് എന്ന് പറയണം. എൻ്റെ നാക്കുകൊണ്ട് ഞാനത് പറയാൻ പാടില്ലെങ്കിലും പ്രപഞ്ചം അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ ദൈവം കൊടുത്ത ആ ഒരു ശിക്ഷ അവർ ഏറ്റുവാങ്ങി തന്നെയാണ് ഈ ഭൂമി വിട്ടു പോയത്. അതും മരിക്കേണ്ട പ്രായത്തിലല്ല. 2 പേര് കല്യാണം പോലും കഴിച്ചിട്ടില്ല. 2 പേര് കല്യാണം കഴിച്ച് മരിക്കേണ്ട പ്രായത്തിൽ പോലുമല്ല. ഓരോ അസുഖത്തിൻ്റെ ആ ഒരു തീവ്ര വേദനയിലാണ് അവരുടെ ദൈവം എടുത്തത്. അപ്പോൾ അത്രയ്ക്ക് ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ചതിച്ചു കഴിയുമ്പോൾ അതിന് മറ്റാരുമല്ല, ഞങ്ങളെക്കൊണ്ടാവതില്ല അതിനൊന്നും പ്രതികാരം ചെയ്യാൻ. പക്ഷേ പ്രപഞ്ചം അത് ഏറ്റെടുത്തു. പ്രപഞ്ചം അതിനുള്ള പ്രതിഫലം കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സത്യം. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അദ്ദേഹത്തിനെ ചതിച്ച അവർക്ക് അങ്ങനെ ഒരു കിട്ടി എന്നുള്ളത്. പക്ഷേ എൻ്റെ സഹോദരൻ്റെ കർമ്മഫലമായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിങ്ങനെ ചതിച്ചത്. പക്ഷേ ആ ചതിച്ചവരുടെ കർമ്മഫലമാണ് കൺമുന്നിൽ തന്നെ ഞങ്ങൾക്ക് കാണേണ്ടി വന്നത്. അതാണ് സത്യം. നമ്മൾ ഒരുപാട് ഒരു തിരിച്ചറിവിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ, ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ചിന്തിക്കാൻ തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കല്യാണശേഷം എനിക്ക് തോന്നി, ഞാൻ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, അവർക്ക് ഞാനേ ഉള്ളൂ, ഞാൻ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. ഞാൻ തമിഴ്നാട്ടിലേക്ക് അതുകൊണ്ടാണ് വന്നത്. ജോലിക്ക് കയറിയതിന് ശേഷം എനിക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു പ്രപ്പോസൽ വന്നു. അതായത് ഞങ്ങളുടെ സെക്ഷനിൽ തന്നെ മേലധികാരിയായിട്ടുള്ള അദ്ദേഹം എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തുറന്ന് ഞാൻ പറയായിരുന്നു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇതേമാതിരിയുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ഇതേപോലെയാണ്, ചേച്ചിക്ക് സുഖമില്ല, അമ്മയെ സംരക്ഷിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു.
പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, എനിക്ക് നിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും, ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ധൈര്യം തന്നു. പിന്നീട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അമ്മ മാത്രമാണ് പങ്കെടുത്തത്. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിച്ച് സന്തോഷമായിട്ട് കല്യാണം നടത്തി. ഒരു നല്ല സ്നേഹമുള്ള അമ്മായിയച്ഛനും അമ്മായിയമ്മയും, അങ്ങനെ ഞാൻ പറയുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെ. അതേപോലെ തന്നെ സഹോദരങ്ങളും, 2 ചേച്ചിമാർ, ഒരു ചേട്ടന് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് എതിർപ്പ്. എന്നാലും സഹകരിച്ചു. പിന്നെ ഒരു വീടല്ലേ, വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അലോസരങ്ങളൊക്കെ ഉണ്ടായല്ലോ, എന്താ പറയുന്നതിന്, ഉണ്ടാവുമല്ലോ. കലം ചട്ടിയാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുന്നു പറഞ്ഞ പോലെ സംസാരം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പോയിട്ടുണ്ട്. പിന്നീട് അതെല്ലാം മറന്ന് പിന്നെ നല്ല സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ, അതൊരു വലിയ വിഷയമായിട്ടില്ല. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്കൊരു മോളുണ്ടായത്. മോളുണ്ടായതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ ഒരു ഷോപ്പ് ഇട്, എന്തായാലും പഠിച്ചിട്ട് വെറുതെ നിൽക്കണ്ട, ഫാഷൻ ഡിസൈനിങ് പഠിച്ചതല്ലേ, ഒരു ഷോപ്പിടാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഷോപ്പ് ഇട്ട് തന്നു. അപ്പോൾ ആ ഷോപ്പിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. 4 സ്റ്റാഫ്, ഒരു മെയിൻ്റനൻസ് നോക്കാൻ ഒരാൾ, പിന്നെ ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന ബിസിനസ് ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി, എല്ലാവരും നല്ല സഹകരണമായിരുന്നു എന്നോട്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കട നല്ല രീതിയിൽ പുരോഗമിച്ചു വന്നു. നല്ല വരുമാനം വരാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് നല്ല ഒന്ന് സ്റ്റേണായി, ഒന്ന് സെറ്റാകുന്ന മാതിരി തോന്നി. അപ്പോഴാണ് അമ്മ എനിക്ക് വിളിച്ചു പറഞ്ഞത്, മോളെ, ഇതുമാതിരി വീടിൻ്റെ നില ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഓട് വീടാണ്. ആ ഓട് വീടിൻ്റെ ആ ഒരു കഴുക്കോലെല്ലാം ഇങ്ങനെ ദ്രവിച്ചിട്ട് മഴവെള്ളം വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചോർന്നൊലിക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. അപ്പോൾ അമ്മ മടിച്ചാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അമ്മ പ്രശ്നം ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊന്നും പേടിക്കണ്ട, നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചത്, കടയിൽ എന്തായാലും നല്ല വരുമാനം വരുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, അപ്പം എന്നെക്കൊണ്ട് പറ്റും അതെന്നുള്ള ഒരു ആത്മവിശ്വാസം. അപ്പോൾ ഞാൻ എൻ്റെ സൂര്യഭഗവാനെ, കാരണം ആ സമയത്ത് അന്നൊക്കെ ഞാൻ ഭഗവാനെ എന്നും സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസങ്ങളും ആ ഭഗവാനെ കണ്ട് തൊഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ, ഞാൻ ഇതേമാതിരി ഒരു കാര്യത്തിന് മുന്നോട്ടിറങ്ങുകയാണ്, എൻ്റെ കൂടെ നിൽക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം ആ 1 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിയത്. വാങ്ങിയിട്ട് ഇത് എനിക്ക് കൊടുത്ത് തീർക്കാൻ പറ്റണേ, പെട്ടെന്ന് തന്നെ പറ്റണേ, ഞാനൊരു നല്ല കാര്യത്തിനാണ്, ഞാനൊരു ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല ഇത് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവസ്മരണയോടെ ഞാനത് വാങ്ങി. ഞാനത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പണം തികയാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ 2 പേരോട് പണം റെഡിയാക്കി കൊടുത്ത് ആ വീടിൻ്റെ ആ ഒരു കോൺക്രീറ്റ് വേല തീർത്ത് വീടിൻ്റെ നല്ല രീതിയിലൊന്ന് സെറ്റാക്കി കൊടുത്തു ഞാൻ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 3.5 ലക്ഷം രൂപ കടമായി എനിക്ക്. അപ്പോൾ ഞാൻ ദിവസം കൊടുത്തുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പണം കൊടുത്തവർക്കും ഇത് തീർന്നിട്ട് അടുത്ത പണം എനിക്ക് തരണം, അതുപോലെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. ഒരു ദിവസം ഒരു കളക്ഷൻ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് എന്താ വരാഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ അവർക്ക് ആ വിശ്വാസമുണ്ട്, ഒരു ദിവസം അവർ വന്നില്ലെങ്കിലും അടുത്ത ദിവസത്തേക്കുള്ളിൽ ഞാൻ ചേർത്തത് എടുത്ത് വെച്ച് കൊടുക്കുമെന്നുള്ളത് അവർക്ക്. അതുപോലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു കൊറോണയുടെ അറ്റാക്ക് വന്നത്. കൊറോണ ഫസ്റ്റ് വേവ്. അപ്പോൾ ഒരു 14 ദിവസത്തെ ലോക്ക്ഡൗൺ ആദ്യത്തെ. അപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു, ശരി, നാട്ടിലേക്ക് പോകാം, എന്തായാലും ഇവിടെ നിന്നിട്ടും കാര്യമില്ല, നാട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചത്. നാട്ടിലേക്ക് വന്ന ഉടനെ ഞങ്ങളെ ക്വാറൻറ്റൈൻ ചെയ്തു. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ നോക്കിയപ്പോൾ വീണ്ടും ലോക്ക്ഡൗൺ കൂട്ടി, കാലാവധി കൂട്ടി കഴിഞ്ഞപ്പോൾ പിന്നീട് എങ്ങനെ ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു പേടിയായി ഞങ്ങൾക്ക്. പാസിന് ശ്രമിച്ച് നോക്കിയിട്ട് പാസ് കിട്ടുന്നില്ല. അങ്ങനെ 6 മാസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഹസ്ബൻഡിൻ്റെ ഒരു റിലേഷനിലുള്ള, അതായത് ഹസ്ബൻഡ് അനിയനാന്ന് പറയാം, അപ്പോൾ ആ പുള്ളിക്കാരനാണ് ഞങ്ങളെ കൂട്ടിയിട്ട് പോയി പാസ് റെഡിയാക്കി തന്നത്. അദ്ദേഹം പാർട്ടിയിലൊക്കെ കുറച്ച് സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളെ കൂട്ടിയിട്ട് പോയി ഞങ്ങൾക്ക് പാസ് നെഗറ്റീവ് വാങ്ങി തന്നിട്ട് ഞങ്ങൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് വന്നു.
അപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 6 മാസത്തെ വീടിൻ്റെ വാടക, കടയുടെ വാടക എല്ലാം ഒരു ഹിമാലയൻ ചോദ്യചിഹ്നമായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നു. അപ്പോൾ കയ്യിലിരുന്ന സ്വർണ്ണമെല്ലാം കൊടുത്ത് ഞങ്ങൾ കട ഒന്ന് സെറ്റിലാക്കി, ആ കടങ്ങൾ ഒന്ന് സെറ്റിലാക്കി. അപ്പോഴും 1 മാസത്തെ വാടക മാത്രമാണ് 2 കൂട്ടരും കുറച്ച് തന്നത്, ബാക്കി 5 മാസത്തെ. അപ്പോൾ അത് ഞങ്ങൾ കൊടുത്ത് തീർത്ത്, ബാലൻസ് അപ്പോൾ ഒന്നും കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ദിവസക്കാർക്ക് കൊടുക്കാനുള്ള പണം ഒരു ചോദ്യചിഹ്നമാണ്. അതായത് ഞാൻ ആ പണം മേടിച്ചാണ് ഞാൻ വീട്ടിൻ്റെ ജോലി ചെയ്തത്, ഈ വീട്ടിൻ്റെ പണി തീർത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരുപാട് ടൈറ്റായിരിക്കുന്ന സമയത്ത് ശരി എന്നാലും ഹസ്ബൻഡിനുമായി ശമ്പളമില്ലെന്ന് ഓർത്തോണം. ഹസ്ബൻഡിന് 5-6 മാസം ശമ്പളമില്ല. അദ്ദേഹത്തിൻ്റെ ശമ്പളം നല്ലൊരു റൊട്ടേഷനായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്നൊരു സ്റ്റോപ്പായി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറയില്ല, മാനസികമായി ടെൻഷനായി. പിന്നീട് മോടെ പഠിപ്പിൻ്റെ ഫീസ് അവൾ പ്രൈവറ്റ് സ്കൂളിൽ, നല്ല സ്കൂളിൽ, ഇത് തമിഴ്നാട്ടിലെ 3ാമത് സ്ഥാനമാണ് ആ സ്കൂള്, അത്രയ്ക്ക് നല്ലൊരു സ്കൂളാണ്. അതേപോലെ നമ്മൾ ഫീസും കൊടുക്കണം. അപ്പോൾ അന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈനിലായിരുന്നു ക്ലാസ്. പിന്നീട് എന്നാലും ഓപ്പൺ ആയിക്കഴിയുമ്പോൾ പിന്നെ അവിടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ചോദ്യചിഹ്നത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ആ സമയത്ത് വീണ്ടും സെക്കൻഡ് വേവ് വന്നു. സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് വേവിൽ എനിക്ക് കൊറോണ വന്നു. വന്നു കഴിഞ്ഞപ്പം അത് വലിയൊരു ആഘാതമായിട്ട് മാറി എനിക്ക്. കാരണം ആ ഒരു സമയത്ത് എന്താ പറയുക, ഇത്തിരി സീരിയസ് ആയിരുന്നു. അവിടെ ഹോസ്പിറ്റലിലിരിക്കുമ്പം ശ്വാസം വിടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ ഒരു ശിവനും പാർവതിയും ചേർന്നുള്ള ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് തലയണയിൽ അടിയിൽ വെച്ചിട്ട് കിടക്ക്, ചേച്ചിക്ക് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, സമാധാനമായിട്ട് ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ വിട്ടു പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭഗവാന്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ തരികയായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഭഗവാൻ എന്നെ തേടി വന്നത്. ഞാൻ ഒരിക്കലും, കാരണം അതിനു മുമ്പേ ഞാൻ ഭഗവാന്റെ അമ്പലത്തിലൊക്കെ പോകുമെങ്കിൽ പോലും എനിക്ക് അത്രയ്ക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു കാര്യമില്ല. എന്നിട്ടും ഭഗവാൻ എന്നെ തേടി വന്നു എന്നുള്ളതാണ് എനിക്ക് അതിശയത്തിലും അതിശയം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഭഗവാന്റെ ആ ഒരു സാമീപ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഓം നമഃ ശിവായ മന്ത്ര, കുട്ടി പറഞ്ഞതുപോലെ, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഓം നമഃ ശിവായ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എനിക്ക് സുഖമായി. ഞാൻ ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു ഫോട്ടോ ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളെയത് കാണിക്കാം. അപ്പോൾ ഇതാണ് ശിവഭഗവാൻ്റെ എനിക്ക് ആ സിസ്റ്റർ അന്ന് തന്ന ഫോട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇങ്ങനെ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും ഷോപ്പിലേക്കൊക്കെ ഒരുപാട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കടയിൽ പഴയ മാതിരി ഓർഡറൊക്കെ വരാൻ തുടങ്ങി. എന്നാലും ആ കടങ്ങളെല്ലാം ബാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കടങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അത് മാനസികമായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടാവസ്ഥ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ആ ഒരു കഷ്ടസമയം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് മനസ്സിലാകും നമ്മുടെ കൂടെ ചിരിച്ച് സംസാരിച്ച് സഹകരിച്ച് വന്നിരുന്ന എത്രയോ ആൾക്കാരാണ് അവരുടെ ആ ഒറിജിനൽ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഭഗവാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. പലരുടെയും ആ ഒരു ഒറിജിനാലിറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ട് അതൊക്കെ ഒരുപാട് ആഘാതം കൊടുത്തു. അദ്ദേഹം പിന്നെ കുറച്ച് കുടിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം അങ്ങ് മദ്യത്തിന് അങ്ങ് അടിമയാകുന്ന മാതിരി അദ്ദേഹം മദ്യപിക്കാൻ തുടങ്ങി. എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എന്നെ ഒരുപാട്, അദ്ദേഹം കുടിക്കുന്ന പഴക്കം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ മനസ്സൊരുപാട് അങ്ങ് സങ്കടമായി എനിക്ക്. പിന്നീട് എന്ത് ചെയ്യണം? അപ്പോൾ ഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരേക്കും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഭഗവാനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് എത്തിയുമ്പോൾ മുതൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അങ്ങ് തിരിച്ചടികൾ വരാൻ തുടങ്ങി. ഏതാണെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ.
അപ്പോൾ ഞാൻ ഒരു എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഒരുപാട് മോശമായി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ശിവനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ മുതലാണ് നിനക്ക് ജീവിതത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങിയത്, നീ ഇനി അത് നിർത്ത് എന്നെന്നോട് എൻ്റെ അമ്മയും എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി. ഞാനതൊന്നും ചെവിക്കൊണ്ടില്ല. എന്തോന്നറിയാൻ എനിക്കറിയില്ല. എനിക്ക് ഭഗവാനെ അങ്ങ് അതുപോലെ ഞാൻ എൻ്റെ മനസ്സിനകത്ത് അങ്ങ് ആഴത്തിലങ്ങ് ഉറപ്പിച്ചു വെച്ച് എൻ്റെ മനസ്സിൽ. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അങ്ങ് തിരിച്ചടികൾ തുടങ്ങി. ഹസ്ബൻഡിൻ്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങി. അത്രയും നല്ല സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി. കാരണം നീ കാരണമാണ് കടങ്ങളുണ്ടായെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടെ ഞാൻ ചെയ്ത ഓരോ വിഷയങ്ങളും അദ്ദേഹം എൻ്റെ മേലേക്ക് ഒരു കുറ്റമായിട്ട് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയത്. എന്താണ് എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു പേടിയായി എനിക്ക്. ആ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കനക്കൻപെട്ടി സിദ്ധർ എന്ന് പറഞ്ഞ ഒരു സിദ്ധറുടെ ആ ഒരു കാരണം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോണിങ്ങനെ എടുത്ത് നോക്കുമ്പം അതിനകത്ത് ഉനക്ക് വിടുവി കാലം മന്ത്രിച്ച് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം മാറാൻ പോകുന്നു, നിനക്കൊരു മോചനത്തിലേക്ക് നീ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കണ്ട് ഞാൻ അതിനടുത്ത് തുറന്ന് നോക്കി. അതിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അതൊരു പളനിയിലെ അടിവാരത്തിൻ്റെ അവിടെ അടുത്തുള്ള 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സിദ്ധരുടെ ഒരു ജീവസമാധിയാണ്. അപ്പോഴവിടെ ഒരുപാട് ഇങ്ങനെ ജീവിത കഷ്ടങ്ങളൊക്കെ മാറുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് പോകണം, അല്ലെങ്കിൽ അവിടേക്ക് പോയാൽ നല്ലതാണെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഞങ്ങളവിടെ പോയി കണ്ടിട്ട് അവിടെ പോയി ഇരുന്ന് ആ പൂജയിലെല്ലാം ഇരുന്ന് വന്നതിന് ശേഷവും എനിക്ക് പ്രശ്നങ്ങളാണ്. അതിന് ശേഷം എനിക്ക് വേറൊരു സിദ്ധറുടെ ഒരു മെസ്സേജ് വന്നു, കേളക്കർ സിദ്ധർ. ആ കേളക്കർ സിദ്ധറുടെ ആ ഒരു മന്ത്രജപം ഞാൻ 48 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അതായത് ആ ഒരു മന്ത്രജപം അത് ഞാൻ ഒരു ദീപം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളവും അടുത്ത് വെച്ചിട്ട് ആ സിദ്ധരുടെ മന്ത്രജപം 48 അതായത് വെളുപ്പിനെ 4:45 മുതൽ രാവിലെ 5:15 വരെ ഞാൻ ആ മന്ത്രജപം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ജപിച്ചുകൊണ്ടേ ഇരുന്ന സമയത്തൊക്കെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് ഞാൻ തനിയെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കതിൻ്റെ കാണിക്കാം. ഞാൻ ആ ഒരു എനിക്ക് സിദ്ധരുടെ സാന്നിധ്യം വന്നതിൻ്റെ ഒരു അനുഭവമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെ വന്ന ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കർമ്മഫലത്തിൻ്റെ ആ ഒരു ഇതായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിലുള്ള വീഡിയോകളൊക്കെ നിറയെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ധ്യാനത്തിലേക്ക് മെഡിറ്റേഷൻ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഡിറ്റേഷൻ ആരംഭിച്ചതാണ്. എങ്കിലും ആ മെഡിറ്റേഷൻ്റെ ഒരു പൂർണ്ണത എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ശരിക്കും ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ അഫർമേഷൻ ചെയ്യും, അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിനെ കണക്കാക്കിയത്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഈ കേളക്കി സിദ്ധരുടെ മന്ത്രജപവും എല്ലാം കഴിഞ്ഞ് അതിനോട് അനുബന്ധിച്ച് തന്നെ ഞാൻ ശിവഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ജീവിതത്തിൻ്റെ ഓരോ കഷ്ടങ്ങളെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സീമാജിയുടെ VMC മെഡിറ്റേഷൻ ചാനലിലെ കർമ്മ സിദ്ധാന്തത്തെ പറ്റിയുള്ള വീഡിയോ കാണുന്നതും ആ ധ്യാനത്തിൽ ഉൾപ്പെടുന്നതും ധ്യാനത്തിലേക്ക് പങ്കെടുക്കുന്നതും. പിന്നീടാണ് എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് വന്ന എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. കാരണം ആ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് സത്യങ്ങളെ അത്രയ്ക്ക് ബോധപൂർവം ഞാൻ ഉൾക്കൊണ്ടത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യങ്ങളും നമ്മൾ ഒന്നും ആഗ്രഹിച്ചെടുക്കേണ്ട കാര്യമില്ല, എല്ലാം നമ്മളെ തേടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഭഗവാന്റെ ഈ ഒരു ഞാൻ എന്നും ദീപം വയ്ക്കുന്ന ഈ ഒരു സ്റ്റാച്ചു എനിക്കെൻ്റെ മോള് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ സർപ്രൈസായിരുന്നു അവൾ എനിക്ക് ഗിഫ്റ്റ് എനിക്ക് തരുമ്പോൾ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ എനിക്കൊരു അനുഭവം. കാരണം ഞാൻ അതൊരിക്കും ഭഗവാന്റെ കുടുംബ ഫോട്ടോയാണ് വെച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭഗവാനെ ആ ഒരു മോൾക്കറിയാം എനിക്ക് ശിവഭഗവാനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എങ്കിൽ പോലും എനിക്കത് കിട്ടും. എനിക്കത് ഗിഫ്റ്റ് വാങ്ങി തരുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എനിക്കത് സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയി ഞാനപ്പോൾ.
അപ്പോൾ അന്ന് മുതൽ ഞാൻ ഭഗവാനെ വെച്ച് ഞാൻ എന്നും വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ നാട്ടിൽ ഒരു ദിവസം പോകുമ്പം എൻ്റെ ചേച്ചി മാനസികമായിട്ട് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ പോകും, വീട്ടിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ കോഴിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല അറിവുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ആളിന് ഭയങ്കര ടെൻഷൻ. ആ ഒരു വിഷയം സംസാരിക്കുമ്പോഴേ ആളിന് ഭയങ്കര ടെൻഷനാവും. അപ്പോൾ ഇങ്ങനെ കടയിൽ പോകുമ്പോൾ അവിടെ എവിടെയോ ഷോപ്പിൽ പോയി ഒരു രുദ്രാക്ഷത്തിൻ്റെ മാല, ആ മാല വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. ആ രുദ്രാക്ഷം എൻ്റെ കയ്യിൽ തന്നപ്പം എനിക്കത് എന്താ പറയാൻ എനിക്കറിയത്തില്ല. ഒരു കാരണം ആദ്യം ശിവഭഗവാന്റെ ഫോട്ടോ കിട്ടി. അതിന് ശേഷം എനിക്ക് മോള് എനിക്ക് ശിവഭഗവാന്റെ ഒരു പ്രതിമ എനിക്ക് വാങ്ങി തന്നു. പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ആ രുദ്രാക്ഷം കിട്ടി. ആ രുദ്രാക്ഷമാണ് ഞാൻ ഭഗവാന് ചാർത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നി എനിക്ക് ഭഗവാന് ചാർത്തി കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ രുദ്രാക്ഷം ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിന് തന്നെ ഞാൻ ചാർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഹസ്ബൻഡ് ഈ രുദ്രാക്ഷ മാല വാങ്ങിത്തന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ജപിക്കുമ്പോൾ എനിക്ക് ജപമാല വേണം. ഞാൻ മന്ത്രജപം ചെയ്യുമ്പോൾ 108 മന്ത്രജപം ചെയ്യിക്കുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് അത് വാങ്ങിത്തന്നതാണ്. ഞാനപ്പോൾ അത് ഭഗവാന്റെ സ്റ്റാച്ചുവിൽ തന്നെ ഞാനത് ചാർത്തി. ഇപ്പോൾ എനിക്ക് മന്ത്രജപത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അപ്പം മുതൽ സീമാജിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആ രുദ്രാക്ഷമാല എടുത്തിട്ട് ഭഗവാന് ചാർത്തി കൊടുത്തു. അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണമേ അതാണ്. ഇന്നലെ എനിക്ക് മോള് അവൾക്ക് കോളേജിലൊക്കെ ഇങ്ങനെ ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുകൊണ്ട് അവൾ ഇന്നലെ പോയി കോളേജിൽ പോയിട്ട് വന്നപ്പം എനിക്കൊരു സർപ്രൈസ്. അമ്മ കൈ നീട്ട്, ഞാൻ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണടച്ച് ഞാൻ കൈ നീട്ടി എൻ്റെ കയ്യിലേക്ക് കൊണ്ടു. നല്ലൊരു തണുപ്പ് പോലെ തോന്നി. നോക്കിക്കഴിഞ്ഞപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശിവലിംഗം, ഭഗവാന്റെ ആ ഒരു അതിമനോഹരമായ ഒരു ശിവലിംഗം മോളെനിക്ക് എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പം എനിക്കെന്താണെന്നറിയില്ല. ഞാനത് ഇന്ന് രാവിലെ എല്ലാം വെള്ളം കൊണ്ട് നല്ല കഴുകി അഭിഷേകം മാതിരി ചെയ്തിട്ട് ഭഗവാനെ ഞാൻ വെച്ചു. തുമ്പപ്പൂവൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഭഗവാന് വിളക്കും കത്തിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നി ഈ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന്. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അംഗീകരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കിത് അവസാനം വരെ അത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, ഭഗവാൻ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും. അതെല്ലാം നമ്മുടെ കർമ്മഫലങ്ങളെ, കാരണം നമ്മുടെ മനുഷ്യ ജീവിതം തന്നെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന സുഖം ദുഃഖവും എല്ലാം അതിനനുസരിച്ചാണ് നമ്മൾക്ക് വരുന്നത്. അതിനെയെല്ലാം ഇത് ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസ് ചെയ്യണം, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയോടെ നമ്മളതിനെ നേരിടാൻ തയ്യാറാകുമ്പോൾ ആ പ്രശ്നം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതിൻ്റെ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ആഘാതം നമ്മൾക്ക് തന്നാൽ പോലും പൂർണ്ണമായിട്ട് നമ്മളെ വീഴ്ത്താൻ ഭഗവാൻ നമ്മളെ അനുവദിക്കില്ല. ഭഗവാൻ അതിനനുവദിക്കത്തില്ല. കാരണം ഏതൊരു പ്രശ്നം നമ്മുടെ നേരെ നമ്മളെ നോക്കി വന്നാലും നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ്? ശിവഭഗവാനാണ് നിൽക്കുന്നത്. ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യർക്കും ഒരു ദുഷ്ടശക്തികളും ഒരു ബാധകളും നിങ്ങൾക്ക് നേരെ വരില്ല. ശിവഭഗവാനെ ചിലർക്കൊക്കെ ശിവഭഗവാനെ വിളിച്ചാൽ കഷ്ടം വരും എന്ന് പറയുന്നവരുണ്ട്. കഷ്ടം വരട്ടെ, വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ, നമ്മുടെ പിന്നിൽ ശക്തിയായിട്ട് ഭഗവാൻ ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ നമ്മൾക്കൊന്നിനെയും നേരിടാൻ ഭയമുണ്ടാവില്ല. അതാണ് എല്ലാവർക്കും വേണ്ടിയത്. അല്ല, നമ്മൾക്ക് ഇപ്പം തന്നെ നിറയെ പേര് എനിക്ക് ജോലി വേണം, എനിക്ക് പണം വേണം, വീട് വേണം, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ഓരോ ദൈവങ്ങൾക്ക് പല തരത്തിലുള്ള അർച്ചനയും വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എത്രത്തോളം ഫലം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നും ആഗ്രഹിക്കാതെ എന്ത് വന്നാലും എനിക്ക് നേരിടാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ കൂടെ എനിക്ക് ശക്തിയായി നീ ഉണ്ടാവണേ എന്ന് മാത്രം ഒരു വാക്ക് നിങ്ങളതൊന്ന് പറഞ്ഞു നോക്ക്. പോയി അമ്പലങ്ങളിൽ പോയി നിങ്ങൾ പൂ വാങ്ങിക്കൊടുക്ക്, നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ഭഗവാന് ചെയ്യുക. അതൊന്നും നിങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞിട്ട് നിങ്ങളത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും അവിടെ പോയി നിന്ന് ഭഗവാന്റെ നേരെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണുനീരിൻ്റെ ആ ഒരു വില ഭഗവാൻ അത് ഉൾക്കൊള്ളും. അത് നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു സംരക്ഷണം പോലെ നിങ്ങളെ കാത്തുരക്ഷിക്കും കൂട്ടുകാരെ. അതാണ് ഞാൻ പറയാൻ വന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശിവഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഭഗവാനായിട്ട് കടന്നു വന്നതാണ്. ആദ്യം ഫോട്ടോ വന്നു, പിന്നീട് മോടെ കയ്യിൽ നിന്ന് എനിക്ക് ആ വിഗ്രഹം വന്നു, അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് രുദ്രാക്ഷം കിട്ടി, അതിനുശേഷം ഇന്നലെ എൻ്റെ മോടെ കയ്യിൽ നിന്ന് എനിക്ക് ശിവലിംഗം വന്നു. ഇതൊന്നും ഞാൻ അങ്ങോട്ട് പോയി കാശ് കൊടുത്ത് വാങ്ങിയതോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതിൽ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കയ്യിൽ എത്തിയതാണ് ഇത്ര കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ ഒരുപാട് എനിക്കൊന്നും പേടിക്കാനില്ല കൂട്ടുകാരെ. ഇനി ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത, അതുമാത്രമാണ് എന്നെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി. ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നവർ കാണും, എന്നെ പരിഹസിക്കുന്നവർ കാണും, ചെയ്തോട്ടെ, ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ എൻ്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ ശിവഭഗവാനോട് മാത്രമാണ്. ഭഗവാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുക. ഒരു വിശക്കുന്ന ഒരു വയറിന് ഒരു നേരം ആഹാരം കൊടുക്കാൻ എൻ്റെ കൈകൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന ഏറ്റവും പുണ്യം ഞാൻ അത് തന്നെയാണ്. എനിക്ക് ഒരു 10 പേരെ വിളിച്ച് നിർത്തി എനിക്ക് അവർക്ക് അന്നദാനം വെച്ച് വിളമ്പി പബ്ലിഷ് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും എൻ്റെ കൈകൊണ്ട് ഞാനിടുന്ന ഒരു സ്പൂണ് ചോറെങ്കിലും കഴിക്കാൻ ഭഗവാൻ ദിവസവും ഓരോരുത്തരെയും എനിക്ക് അയക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു പൂച്ച, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, പൂച്ച തനിയെ കയറി വന്നു. ഇപ്പോൾ അതിൻ്റെ തുണയായിട്ടുള്ള ഒരു പൂച്ച വരുന്നുണ്ട്. അതിൻ്റെ മക്കൾ 2 പേര്, 4 പേര്, പിന്നെ കാക്ക, പ്രാവ്, കുരുവി, നിറയെ പേര്. ഭഗവാൻ എൻ്റെ കൈ കൊണ്ട് നിൻ്റെ കൈ കൊണ്ട് നിനക്ക് ആർക്കാണ് കൊടുക്കാൻ, നിൻ്റെ കഴിവിനനുസരിച്ച് നീ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എനിക്ക് അതിനുള്ള ഒരു മാർഗം തെളിയിച്ച് തന്നിരിക്കുകയാണ്. അന്നദാനത്തിനുള്ള ഒരു വഴി എനിക്ക് തുറന്ന്, ദിവസവും നമ്മൾ ആഡംബരമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നീ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ നിൻ്റെ പാപങ്ങൾ കുറയട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ പ്രപഞ്ചം എനിക്ക് കാട്ടിത്തന്ന എന്നിലേക്ക് അയച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ ഒരുപാട് മനസ്സമാധാനം അനുഭവിക്കുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താ? നമ്മൾ എന്ത് ചെയ്യുക? അരിഞ്ഞു നടക്കുന്നത് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ. കോടി പണം നമ്മൾ കയ്യിൽ വെച്ചാലും അല്ലെങ്കിൽ എത്ര വീടുകളും ബംഗ്ലാവുകളും നമ്മൾ വെച്ചാലും അതൊന്നും നമ്മൾക്ക് മനസ്സമാധാനം തരത്തില്ല. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്കില്ലാത്തത് മനസ്സമാധാനമാണ്. ഒന്നും ഇല്ലായ്മയിൽ പോലും ആ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ആരെയും മനസ്സുകൊണ്ട് പോലും ആർക്കും ദ്രോഹം വരണമെന്ന് ചിന്തിക്കാതിരിക്കുക. ആരെങ്കിലും നമ്മൾക്ക് ദ്രോഹം വന്നെങ്കിൽ പോലും, ആരിൽ കൂടെയെങ്കിലും നമ്മൾക്ക് ദ്രോഹം വന്നെങ്കിൽ പോലും അതെല്ലാം നമ്മൾ ഒരിക്കൽ അവർക്ക് ചെയ്ത കർമ്മമാണ് നമ്മൾക്ക് തിരിച്ചു വരുന്നതെന്നുള്ള ആ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു അടിയറവിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെ കണക്കാക്കി അവരോട് ക്ഷമിച്ചു വിടുക. നന്ദി പറയേണ്ടിടത്ത് നന്ദി പറയുക. അങ്ങനെയുള്ള ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമ്മളെ തേടി വരും കൂട്ടുകാരെ. അപ്പോഴും ഈശ്വരവിശ്വാസിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് അവരുടെ ആ കർമ്മത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഭഗവാൻ അവിടെ ശ്രമിക്കുന്നത്. മനസ്സ് തളർന്നു പോവരുത്. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ വീണ്ടും അതിശക്തമായിട്ട് നമ്മൾ ജീവിതത്തെ നേരിടാൻ തയ്യാറാകണം. അപ്പോഴാണ് നമ്മൾക്ക് ഒരു മനസ്സമാധാനം അനുഭവിക്കാൻ പറ്റുന്നത് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ധ്യാനം ചെയ്യുക. ആ ധ്യാനത്തിലൂടെ, അതായത് പ്രത്യേകിച്ചും നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മൾ ഗുരുവിനെയും ദൈവത്തിനെയും തിരിച്ചറിയുന്ന ആനാപാന സതി ധ്യാനം, അത് സീമാജിയുടെ ആ ഓരോ വീഡിയോകളൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കാണുക. VMC മലയാളം മെഡിറ്റേഷൻ ചാനലിലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഒരു പരിഹാരങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകാതിരിക്കുക.
സത്യമായ കാര്യം നമ്മുടെ ശ്വാസത്തിലൂടെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം പോലും നമ്മൾക്ക് നോക്കേണ്ട ആവശ്യം വരില്ല കൂട്ടുകാരെ. അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇതേമാതിരിയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ തുടർന്നും കാണുക. ഓക്കെ കൂട്ടുകാരെ, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.